ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ആക്ടിവ എഞ്ചിൻ റീബിൽഡിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് നമ്മുടെ ആക്ടിവയുടെ ബോഡിയും ഫ്രെയിമും എഞ്ചിനും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കി. ഇപ്പോൾ എഞ്ചിൻ നമ്മൾ ഊരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആക്ടിവയുടെ എഞ്ചിൻ ഓപ്പൺ ചെയ്യാൻ പോകണം. എഞ്ചിന് ഗിയർ ബോക്സ് എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീലിൻ്റെ ഈ നട്ടെല്ലാം നമ്മൾ ലൂസാക്കി വെച്ചേക്കാണ്. ഈ നട്ട് അഴിച്ചിട്ട് നമ്മൾ വീല് പുറത്തെടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെൻറ്റർ സ്റ്റാൻഡ് നമ്മൾ അഴിക്കാൻ പോകണം. സെൻറ്റർ സ്റ്റാൻഡ് നമ്മൾ അഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പിന്നിനെ നമ്മൾ നൂർക്കാൻ പോകണം. ഈ ഒരു പിന്നിനെ നമ്മൾ നൂർത്തിട്ട് നമ്മളിതിൻ്റെ തല പിടിച്ചിങ്ങനെ വലിച്ചു ഊരാൻ പോകണം. ഇപ്പോൾ നമ്മുടെ എൻജിൻ അഴിച്ച് താഴെ വെച്ചിട്ടുണ്ട്. നമ്മളെ സ്റ്റാൻഡ് നമ്മൾ അഴിച്ചു, അതുപോലെ നമ്മുടെ വീല് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഹോസ് നമുക്ക് റിമൂവ് ചെയ്യണം. ഈ ഹോസ് ഇവിടെ കൂടെ വന്നിട്ട് ഇവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അഴിക്കണം. അതുപോലെ ഈ പ്ലാസ്റ്റിക് കവേഴ്സ് എല്ലാം നമുക്ക് അഴിക്കണം. ഇത് എയർ ഫ്ലോ, എൻജിൻ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അഴിക്കാൻ പോകണം. അത് കഴിയുമ്പോൾ നമ്മുടെ എൻജിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് എൻജിനകത്തെ വർക്കിന് വേണ്ടിയിട്ട് എൻജിൻ തുറക്കാം. ഇനി നമ്മൾ എൻജിൻ അഴിക്കാൻ പോവാണ്. അപ്പോൾ എൻജിൻ്റെ റോക്കർ കവറാണ് നമ്മൾ ആദ്യം അഴിക്കുന്നത്. അതിന് നമുക്ക് ആദ്യം ഈ 10 mm 2 ബോൾട്ട് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ആദ്യം അഴിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് അഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ വേറെ 2 ബോൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് അഴിക്കും. അപ്പോൾ നമുക്ക് ഇത് അഴിച്ചു തുടങ്ങാം. അപ്പോൾ ഈ 2 ബോൾട്ടാണ് നമുക്കുള്ളത്. ഈ ബോൾട്ട് രണ്ടും നമ്മൾ അഴിച്ചെടുത്തു. ഇനി നമുക്ക് ഈ റോക്കർ കവർ ഒന്ന് ഓക്കെ, നമ്മളതിൻ്റെ റോക്കർ കവർ അഴിച്ചെടുത്തു. ഇതാണ് അതിൻ്റെ എൻജിൻ്റെ റോക്കർ കവർ. അപ്പോൾ നമ്മൾ റോക്കർ കവർ അഴിച്ചപ്പോൾ നമ്മുടെ എൻജിൻ ഇങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സിലിണ്ടർ ഹെഡ് നമ്മൾ അഴിക്കണം. സിലിണ്ടർ ഹെഡ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ടൈമിംഗ് ചെയിൻ അഴിക്കണം. ഇതാണ് നമ്മുടെ ടൈമിംഗ് ചെയിൻ. അപ്പോൾ നമ്മുടെ ടൈമിംഗ് ചെയിനിൽ 2 മാർക്കിങ്സ് ഉണ്ട്. ഇവിടെ കണ്ടു 2 വര പോലെ ഇവിടെ കാണാം. അപ്പോൾ ഈ 2 വരയും ഇതുമായിട്ട് അലൈൻ ചെയ്യണം. ഇതിങ്ങനെ അലൈനായി നിൽക്കുമ്പോഴാണ് നമുക്കിത് TDS കംപ്രഷൻ കറക്റ്റ് ആവുന്നത്. അപ്പോൾ ഇത് കംപ്രഷൻ്റെ നമുക്കത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിംഗ്, ഇവിടെ ഒരു T എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലൈനുണ്ട്. ആ ലൈന് ഈ കാണുന്ന ലൈനുമായിട്ട് അലൈൻ ആവണം. ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് എഞ്ചിൻ്റെ ടൈമിംഗ് കറക്റ്റ് ആകുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ എഞ്ചിനല്ല ഇപ്പോൾ ടൈമിംഗ് ഔട്ടാണ്. കാരണം ഇതിൻ്റെ മാർക്കിംഗ് ഇങ്ങനെ നിർത്തുമ്പോൾ ഇപ്പം നമുക്ക് അത് നോക്കുവാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം കണ്ടോ, അതിനകത്ത് വ്യത്യാസമുണ്ട്. അടുത്തത് നമ്മുടെ ടൈമിംഗ് ചെയിൻ അഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് ഇതൊരെണ്ണം അഴിക്കണം. അപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു സ്ക്രൂ അഴിച്ചിട്ടാണ് ഇതിൻ്റെ ടെൻഷനർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെൻഷനർ നമ്മളിപ്പോൾ ഇത് ജാം ആയതുകൊണ്ട് നമ്മളിതിപ്പം ഈ 2 ബോൾട്ട് അഴിക്കും. ഇത് 10 mm 2 ബോൾട്ടാണ്. അപ്പോൾ ഈ 2 ബോൾട്ട് അഴിച്ചിട്ട് നമ്മളിതൊരു യൂണിറ്റായിട്ട് ഇങ്ങനെ എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് റാച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ നമ്മൾ നടുക്കിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് വേണം അഴിക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് 2 ഒരേപോലെ അഴിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ ടെൻഷനുണ്ട്, അതിങ്ങോട്ട് വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് തെറിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് വേണം അഴിക്കാനായിട്ട്. ഓക്കെ, നമ്മളിത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മളിത് അഴിക്കാൻ പോകണം. ഇതാണ് നമ്മുടെ
ടെൻഷനർ. ഇനി നമ്മൾ ടൈമിംഗ് ചെയിൻ അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 8 mm ബോൾട്ട് ഉണ്ട്. ഈ 2 8 mm ബോൾട്ട്സ് നമ്മൾ അഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 10 mm ബോൾട്ട് ഉണ്ട്. ഇത് നമ്മൾ അഴിക്കണം. ഇതിൻ്റെ ബാക്കിലാണ് ടൈമിംഗ് ചെയിനിൻ്റെ മറ്റേ വീൽ എടുക്കുന്നത്. അപ്പോൾ ഇത് ക്രാങ്ക് ഷാഫ്റ്റ് ഓയിൽ സീലാണ്. അതിൻ്റെ ഓയിൽ സീലിൻ്റെ റിട്ടൈനറാണിത്. ഇതാണ് ഓയിൽ സീലിനെ പിടിച്ച് നിർത്തുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു യൂണിറ്റ് അഴിച്ചെടുക്കാൻ പോകണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 8 mm 2 ബോൾട്ട് അഴിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിങ്ങനെ സ്ലൈഡ് ചെയ്തിങ്ങനെ എടുക്കാം. ഇത് നമ്മുടെ റിട്ടൈനറാണ്. ഇതാണ് നമ്മുടെ ഓയിൽ സീല്. ഇനി നമ്മുടെ ഹെഡ് അഴിക്കാൻ പോകണം. ഹെഡ് അഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 12 mm 4 ബോൾട്ട് ഉണ്ട്, നട്ടുണ്ട്. ഈ 4 നട്ട് നമ്മൾ അഴിക്കണം. അതുകൂടാതെ ഇവിടെ നമുക്ക് 10 mm 2 ബോൾട്ടും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് ഇങ്ങോട്ട് അഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് അഴിക്കാൻ പോകണം. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 ബോൾട്ട് അഴിച്ചിട്ടുണ്ട്, ഈ 4 നട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേസ് നമ്മളിങ്ങനെ ഊരിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡ് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സിലിണ്ടറിൻ്റെ ഹെഡ്. ഇത് രണ്ടാണ് വാൽവ്. അപ്പോൾ നമ്മുടെ സിലിണ്ടർ ഹെഡ് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടർ അഴിച്ചപ്പോൾ ഇതിന് ചെറിയ ലീക്ക് ഉള്ള പോലെ നമുക്ക് നോക്കാം. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, പെട്രോൾ കാണാമല്ലോ അല്ലേ? അപ്പോൾ അത് ഇതുവഴി ലീക്ക് ആവുന്നുണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഉണ്ടോ, ഇതിനിടയിൽ കൂടെ, വാൽവിനിടയിൽ കൂടെ ലീക്കാണ് നമ്മൾ ഈ കാണുന്നത് പെട്രോളിൻ്റെ ലീക്കാണ്. അപ്പം നമ്മളെ കംപ്രഷൻ കറക്റ്റ് ആവത്തില്ല. അത് കാരണം നമുക്ക് എഞ്ചിന് പവർ ലോസ് ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ 2 ചെയിൻ ഗൈഡ്സ് ഇത് നമുക്ക് അഴിക്കണം. ഈ ചെയിൻ ഗൈഡ് അഴിക്കാൻ നമുക്ക് ഇവിടെ ഒരു 8 mm ഒരു അലങ്കിയുണ്ട്. ഈ അലങ്കി നമ്മൾ അഴിക്കാൻ പോകണം. അത് നമ്മൾ ലൂസാക്കി വെച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് അഴിച്ചിട്ട് ഓക്കെ, അത് അഴിച്ചിട്ട് നമ്മളിതിനെ ചെറുതായിട്ടിങ്ങ് വലിച്ചാൽ മതി. ഇതിങ്ങനെ ഊരിപ്പോരും. അപ്പോൾ നമ്മൾ ഒരു ചെയിൻ ഗൈഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലാണ് ടെൻഷർ വന്നിട്ട് പിടിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹെഡ് ഗ്യാസ്കറ്റ് ഉണ്ട്. ഈ ഹെഡ് ഗ്യാസ്കറ്റാണ് ഇതിനെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇത് ഈ 2 സൈഡിൽ നിന്ന് ഇതിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി അഴിക്കുന്നത് ഈ ഹെഡ് ഗ്യാസ്കറ്റാണ്. ഓക്കെ, ഇനി ഇത് അഴിച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഈ ഒരു സ്ലോട്ടിലാണ് ഇത് കിടക്കുന്നത്. ഈ ചെയിൻ ഗൈഡ് ഉള്ളതുകൊണ്ടാണ് ചെയിൻ കറക്റ്റ് ഈ ഒരു ഇതിൽ ഓടുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഊരി എടുക്കുകയാണ്. ഇത് ഊരി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചെയിൻ ഇങ്ങനെ ഊരിയെടുക്കാം. ഇനി നമുക്ക് അഴിക്കാനുള്ളത് നമ്മുടെ ഈ എൻജിൻ ബ്ലോക്കാണ്. ഈ എൻജിൻ ബ്ലോക്കിനകത്താണ് നമ്മുടെ പിസ്റ്റൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈമിംഗ് ചെയിൻ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇത് പതുക്കെ ഇങ്ങനെ ഊരിയെടുക്കാം. ഇത് ഊരിയെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഈ പിസ്റ്റൺ ഇതിനകത്തൂടെയാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ ബ്ലോക്ക്, ആക്റ്റീവയുടെ എൻജിൻ ബ്ലോക്ക്. പിന്നെ അടുത്ത് നമുക്ക് അഴിക്കാനുള്ളത് നമ്മുടെ ഈ ഇവിടുത്തെ സൈഡിലത്തെ മാഗ്നറ്റാണ്. ഇത് നമുക്കിവിടെ 3 10 mm ബോൾസ് ഉണ്ട്. ഈ ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഊരി കിട്ടും. നമ്മൾ ഈ കേസ് ഇതിങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കാനുള്ളത് ഈ മാഗ്നറ്റാണ്. അപ്പോൾ ഈ മാഗ്നറ്റ് അഴിക്കാൻ ഇവിടെ ഒരു ബോൾട്ട് നട്ടുണ്ട്. ഈ നട്ട് നമ്മൾ ഊരിയെടുക്കണം. ഓക്കെ, ഈ നട്ടും ഒരു വാഷറും ഉണ്ടാവും. അത് ഊരി കഴിഞ്ഞിട്ട് ഈ മാഗ്നറ്റ് നമുക്ക് ഊരാം. പക്ഷേ നമ്മൾ ഈ മാഗ്നറ്റ് ഊരാൻ നോക്കിയിട്ട് നമുക്കിത് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ഹോണ്ടയുടെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവരിത് ഊരി തരുമായിരുന്നു. അതിന് ഊരാൻ വേണ്ടി ഒരു പുള്ളർ ടൂളുണ്ട്, അത് നമ്മുടെ ഇല്ലായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ ഊരിയെടുത്തു. അത് ഓക്കെ, ഇതാണ് നമ്മുടെ മാഗ്നറ്റ്.
ഓക്കെ, അപ്പോൾ അത് ഊരി കഴിഞ്ഞാൽ അകത്ത് നമുക്ക് ഓൾട്ടർനേറ്റർ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ നമ്മുടെ മാഗ്നറ്റ് അഴിച്ചു. ഇനി അടുത്തത് ഇത് നമ്മുടെ സ്റ്റേറ്റർ കോയിലാണ്. അപ്പം ഈ സ്റ്റേറ്റർ കോയിൽ അഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 8 mm 2 ബോൾട്ട് അഴിക്കണം. അതുപോലെ ഇത് നമ്മുടെ പിക്കപ്പ് കോയിലാണ്. ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് വേറെ 2 8 mm ബോൾട്ട് അഴിക്കണം. അതുകൂടാതെ ഇവിടെ ഒരു 8 mm വേറൊരു ബോൾട്ടും കൂടെ ഉണ്ട്, അതും നമ്മൾ അഴിക്കണം. അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വയർ ഇതിനകത്തോട്ട് സ്ലൈഡ് ചെയ്തെടുത്ത് ഇതിനെ ഇങ്ങ് റിമൂവ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ ഇത് ഈ സ്റ്റേറ്റർ കോയിൽ അഴിക്കാൻ പോകണം. ഓക്കെ, ഇനി നമ്മൾ അഴിക്കാൻ പോകുന്ന ഈ ഒരു കവറാണ്. ഈ കവറിൻ്റെ പുറകിലാണ് നമ്മുടെ ഓയിൽ പമ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് 10 mm 2 ബോൾസ് ഉണ്ട്. ഈ 2 ബോൾട്ട് നമ്മൾ അഴിക്കാൻ പോകണം. ഇതാണ് നമ്മുടെ ഓയിൽ പമ്പിൻ്റെ ഗിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ പമ്പ്. അപ്പോൾ നമ്മൾ ഓയിൽ പമ്പ് അഴിക്കാൻ പോകണം. ഒരു 10 mm 2 ബോൾട്ട് ഇവിടെ 2 സൈഡിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രാങ്ക് കേസ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 3 ബോൾട്ട് ഉണ്ട്. 1 2 3. അപ്പോൾ ഇത് 3 നമ്മൾ അഴിക്കാൻ പോകണം. അപ്പോൾ ആദ്യം നമുക്കിത് അഴിക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു 4 ബോൾട്ട് ഉണ്ട്. 1 2 3 4. ഇത് 4 നമുക്ക് അഴിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു ചുറ്റിക എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ അടി ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ 2 പീസായിട്ട് സ്പ്ലിറ്റായിട്ട് വരും. അപ്പോൾ ഈ പീസ് നമ്മളിങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ്. ഇത് നമ്മുടെ പിസ്റ്റൺ റോഡാണ്, കണക്റ്റിംഗ് റോഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബെയറിങ്. ഇതാണ് അടുത്ത ബെയറിങ്. അപ്പോൾ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മുടെ മെയിൻ ബെയറിങ്ങിനൊന്നും ഒരു പ്രശ്നവുമില്ല. ബെയറിങ് കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചാണ് നമ്മളിത് അഴിച്ചത്. പക്ഷേ ഇത് അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ബെയറിങ്ങിന് പ്രശ്നമില്ല. ശരിക്കും ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെയറിങ് ഇതിൻ്റെ ഈ സോക്കറ്റിനകത്ത് ലൂസാണ്. ഇതുണ്ടോ, ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടോ? ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതുണ്ടോ, ഈ ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ്ങിൻ്റെ കൂടെ ഇതിങ്ങനെ കിടന്നിട്ട് നന്നായിട്ട് ഇളക്കമുണ്ട്. ഞാൻ ഈ ബെയറിങ്ങിൻ്റെ ഈ ഉരച്ചിൽ കാണിച്ചത് ഇതുണ്ടോ, ഇത് ബെയറിങ് ഉരഞ്ഞിട്ടുണ്ട്, ഡാമേജ് ആയിട്ടുണ്ട് പുറത്ത്. ഇതുണ്ടോ, ഇത് ആക്ച്വലി ഈ ക്രാങ്ക് കേസിനകത്ത്, ഇത് ബെയറിങ്ങിൻ്റെ കേസിനകത്ത് കിടന്ന് ഇത് ഉരഞ്ഞിട്ടുള്ള മാർക്ക്. ഇത് കണ്ടോ, ഇത് ഉരഞ്ഞ പാടാണിത്, ഇവിടെയുണ്ട്.